ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഷീബുക്കിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് പുതിയ രുചിയിലുള്ള സേമിയ പായസത്തിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. അപ്പോൾ നിങ്ങളാരും ഇതുവരെ ട്രൈ ചെയ്ത് നോക്കാത്ത ഒരു വ്യത്യസ്തമായിട്ടുള്ള പായസമാണ് ഇന്ന് നമ്മൾ തയ്യാറാക്കി എടുക്കാൻ പോകുന്നത്. അപ്പോൾ അതിനു മുമ്പായിട്ട് നിങ്ങൾ ഈ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് ഈസിയും ടേസ്റ്റി ആയിട്ടുള്ള ഈ പായസം എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. ഇതിനായിട്ട് ആദ്യം തന്നെ ഒരു സോസ് പാനിലേക്ക് 1 ലിറ്റർ പാല് എടുത്തു വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് നന്നായിട്ട് തിളപ്പിച്ചെടുക്കണം. ഇതുപോലെ പാല് തിളച്ച് വരുന്ന സമയത്ത് ആദ്യം തന്നെ നമ്മുടെ സ്പെഷ്യൽ ഇൻഗ്രീഡിയൻറ്റ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. 2 ടേബിൾ സ്പൂൺ കോഫി വാട്ടറാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. ഇപ്പോൾ 2 ടീസ്പൂൺ കാപ്പിപ്പൊടിയിൽ ഇത്തിരി ചൂടുവെള്ളം ചേർത്തിട്ടാണ് നമ്മൾ തയ്യാറാക്കി എടുത്തിട്ടുള്ളത്. അപ്പോൾ കോഫി ടേസ്റ്റ് ഉള്ള സേമിയ പായസമാണ് ഇന്ന് നമ്മൾ തയ്യാറാക്കി എടുക്കുന്നത്. ഇനി ഇതിലേക്ക് 1 കപ്പ് വറുത്ത സേമിയ ചേർത്ത് കൊടുക്കാം. സേമിയ വറുത്തിട്ടില്ലെങ്കിൽ നിങ്ങളതൊന്ന് വറുത്തിട്ട് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ഇട്ട് കൊടുക്കാം. ഇനി സേമിയ നന്നായിട്ട് വേവിച്ചെടുക്കണം. ഇപ്പം നമ്മുടെ സേമിയ നല്ലോണം വേവിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. പിന്നെ നെയ്യിൽ ഫ്രൈ ചെയ്തിട്ടുള്ള കാഷ്യൂ നട്ട്സ്, കിസ്മിസ് ഇതൊക്കെ ചേർത്തിട്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അങ്ങനെ നല്ല കോഫി ടേസ്റ്റ് ഒക്കെ ഉള്ള നമ്മുടെ അടിപൊളി സേമിയ പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ എന്നും ഒരേപോലത്തെ സേമിയ പായസം ട്രൈ ചെയ്ത് നോക്കാതെ ഇതുപോലെ പുതിയ രുചിയിലുള്ളതൊക്കെ ഉണ്ടാക്കി നോക്കുക. എന്നിട്ട് അഭിപ്രായങ്ങൾ അറിയിക്കുക. പിന്നെ എപ്പോഴും പറയുന്ന പോലെ തന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും താങ്ക്